വിശുദ്ധ ക്രിസ്മസ് പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്ന വലിയൊരു വേളയാണല്ലോ. അത് തീർച്ചയായും വളരെ ചേർച്ചയായിരിക്കുന്നു. കാരണം ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു സമ്മാനമാണല്ലോ. ദൈവപിതാവ് വിശ്വത്തിന് നൽകിയ സമ്മാനം, അവിടുത്തെ തിരുക്കുമാരൻ, അവൻ്റെ തിരുജനനം എന്ന് പറയുന്നത്. അതിലുപരി ഏറ്റവും ഉദാത്തമായ സമ്മാനങ്ങൾ നൽകപ്പെട്ടത് വിശുദ്ധ ക്രിസ്മസിലാണ്. പൂജാരാജാക്കന്മാർ സ്വർണവും മീറയും കുന്തിരിക്കവുമായിട്ട് അവൻ്റെ അടുത്തേക്ക് പോയ വേള കൂടിയാണല്ലോ. അതിൻ്റെ അനുസ്മരണം കൂടിയാണല്ലോ ക്രിസ്മസ്. അതുകൊണ്ട് സമ്മാനദാതാക്കൾക്ക് ഒരു മധ്യസ്ഥരുണ്ടെങ്കിൽ അത് പൂജാരാജാക്കന്മാരാണെന്ന് തന്നെ നമ്മൾ സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്മസ് നമ്മളൊക്കെ പരസ്പരം സമ്മാനങ്ങൾ നൽകുന്നവരാ. ക്രിസ്മസിന് നൽകേണ്ട ഒരു സമ്മാനമുണ്ട്, അത് ദൈവത്തിന് നൽകുവാനുള്ള സമ്മാനമാണ്. അത് ഏറ്റവും വലിയ, എല്ലാവർക്കും പൂജാരാജാക്കന്മാരാകാനുള്ള ഒരു അവസരം ക്രിസ്മസിൻ്റെ രഹസ്യത്തിൻ്റെ ഭാഗമാണ്. അതെന്താണ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്രിസ്മസ് ദിനത്തിൽ വിശുദ്ധ ജെറോം ഈശോയ്ക്ക് എന്ത് സമ്മാനം കൊടുക്കണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു പോലും. അപ്പോൾ ഈശോ തന്നെ പ്രത്യക്ഷപ്പെട്ട് ജെറോമിനോട് പറഞ്ഞു അത്രേ, മകനെ, എനിക്ക് തരുവാനായി എൻ്റെ പക്കലില്ലാത്തത് എന്നാൽ നിനക്ക് ധാരാളമായിട്ടുള്ളത് അതെനിക്ക് തരിക. അത് നിന്റെ പാപങ്ങളാകുന്നു, നിന്റെ തിന്മകളും കുറവുകളുമാകുന്നു, അതെനിക്ക് സമൃദ്ധമായിട്ട് തരിക എന്ന്. എത്ര വലിയ ഒരു ആത്മവിശ്വാസമാണ് ഇത് നമ്മളിൽ ജനിപ്പിക്കുന്നത്. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്ക് മുന്നിൽ ഒരുപാട് ധ്യാനഗുരുക്കന്മാരൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പാപങ്ങളും അയോഗ്യതകളും അപൂർണതകളും പോലും വലിയ സമ്മാനങ്ങൾ പോലെ രൂപാന്തരീകരിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ളതാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. പുൽക്കൂട് എന്ന് പറയുന്നത് വലിയൊരു താപോർമലയാണ്. മാനവരാശിയുടെ അശുദ്ധിയും തിന്മയും എല്ലാം 1000 സൂര്യ തേജസ്സോടുകൂടെ പശ്ചാത്താപവിവശമായ ഹൃദയത്തോടുകൂടി സമർപ്പിക്കുവാൻ തയ്യാറുള്ളവരെ പോലെ അത് താപോർമല പോലെ രൂപാന്തരപ്പെടുന്നതിൻ്റെ അനുഭവം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തിരുപ്പിറവി എന്ന് പറയുന്നത് നമുക്കൊക്കെ പൂജാരാജാക്കന്മാരായി മാറുവാനുള്ള അവസരമാണ്. ഫ്രാൻസിസ് അസീസ് എന്ന നോവലിൽ നടത്തുന്ന സുന്ദരമായ ഒരു നിരീക്ഷണമുണ്ട്. നിങ്ങളൊക്കെ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്ന ഉഗ്ര പാപിയായ ലൂസിഫർ ആയിരിക്കാം ഒരുപക്ഷെ പശ്ചാത്താപത്തിൻ്റെ തികവിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് യുഗാന്ത്യത്തിൽ ജനതതികളുടെ മേൽ വിധിവാചകം ഉച്ചരിക്കുന്നത് എന്ന് പറയുന്നത്. ക്രിസ്തുമസിൻ്റെ സന്ദേശവും അതാ. എല്ലാവർക്കും പൂജാരാജാക്കന്മാരാകാനുള്ള ആഹ്വാനം, പുൽക്കൂടിലേക്ക് തങ്ങളുടെ പാപങ്ങളുടെ ഉപഹാരങ്ങളുമായി ദൈവപുത്രനെ സമീപിക്കുവാനുള്ള അവസരം. ആമേൻ.